വ്യക്തികൾക്കും അങ്ങനെ തന്നെയാണ്. ബൈ ചാൻസ് കൈ കിട്ടുന്നതാണ് ഈ ഒരു മേഖല. ഈ ഒരു മേഖലയിലേക്ക് വരുന്നതിന് മുൻപ് ഒരുപാട് മേഖലകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഈ ഒരു മേഖല കൈ കിട്ടുന്ന സമയത്ത് ഞാനൊരു ഹെവി ഡ്രൈവിംഗ് ഫീൽഡിലായിരുന്നു. അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കൽ മേഖലയിലാണ് അന്ന് 2 വണ്ടി ഉണ്ട്, പിന്നെ കോറിയുടെ പാർട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക ലെവലിൽ ഇങ്ങനെ പോകുന്ന ഒരു സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു മേഖലയെ കുറിച്ച് പറഞ്ഞത്. മേഖലയെ കുറിച്ചല്ല പറഞ്ഞത്, പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, സൗണ്ട് കുറവാണെങ്കിൽ വേറെ ലൈഫ് വേണ്ടോ? ഇല്ല സാർ, ഓക്കെയാണ്. ഓക്കെ. അപ്പോ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ഇന്ന് നമ്മൾ പല ആളുകളും ഇത് കേൾക്കുന്ന സമയത്ത് ചിന്തിച്ച പോലെ തന്നെയാണ്, ഇതൊന്നും ഇപ്പോ നടപടിയാണ്, പരിപാടിയല്ല ഇത് ചിന്തിച്ചു. പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ട സമയത്ത് അതിന്റെ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് അല്ലെ നമ്മൾ പറയാം. പല ആളുകളും നമ്മൾ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ, പ്രൊഡക്റ്റ് ഒക്കെ ഓക്കെയാണ് അല്ലെ, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന് ആരും വല്ലാതെ കുറ്റം പറയാറില്ല, പ്രൊഡക്റ്റ് ഒക്കെ ഓക്കെയാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇത് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇത് വില ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാറ്. എനിക്കും മനസ്സിലായി പ്രൊഡക്റ്റ് ഓക്കെയാണെന്ന് മനസ്സിലായി. അങ്ങനെ എന്തായാലും പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വൈഫിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രൊഡക്റ്റ് അത്യാവശ്യമാണെന്ന് തോന്നി, പ്രൊഡക്റ്റ് എടുക്കാം, ഉപയോഗിക്കാം എന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഫോളോ അപ്പിന് വന്ന സമയത്ത് എന്റെ ഗ്രേറ്റ് ലീഡർ ചോദിച്ചൊരു കാര്യം, നിങ്ങള് അന്ന് ഒരു VBO ആയിട്ട് സ്റ്റാർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും നമ്മളോടൊക്കെ എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്, അതിന് പൈസ ഉണ്ടാവില്ല. പൈസ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആളെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നത് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഒരു 10 വർഷമായി ഈ മേഖലയിൽ ഉണ്ട്. 10 വർഷം വർക്ക് ചെയ്തിട്ട് ഇന്ന് ഒരു 25,000-ഓ 50,000-ഓ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോ? ഇല്ല. അടുത്തൊരു 10 വർഷം ഇതേ ജോലി തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടാവും. അത് കുറവാണ്. നമ്മൾ ഏത് മേഖല ചെയ്യുകയാണെങ്കിലും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഏത് മേഖല ചെയ്യുകയാണെങ്കിലും ആ മേഖലയിൽ കഴിഞ്ഞ 10 വർഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് നോക്കണം. അങ്ങനെ ഒരു തിരിച്ചറിവ്, എന്തായാലും പ്രൊഡക്റ്റ് ആവശ്യമാണ്. അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. ആ പ്രൊഡക്റ്റിന് റിസൾട്ട് കിട്ടിയ സമയത്ത് ഞാൻ കറക്റ്റ് ഒരു കാര്യം തുടക്കത്തിലേ ചെയ്ത ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സിസ്റ്റം ഫോളോ ചെയ്തു. കാരണം എല്ലാ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇതിന്റെ ഒരു ഫ്യൂച്ചർ മനസ്സിലായി. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല നല്ല മേഖലയാണ്, അത് അത്യാവശ്യം ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ ആ മേഖലയെക്കാളും ഫ്യൂച്ചറാണ് ഈ ഒരു മേഖല എന്ന് മനസ്സിലായി. കാരണം ആളുകൾക്ക് ഇപ്പോ ഞാൻ ചെങ്കലിന്റെ മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമ്മളൊരു 10 ലോഡ് കല്ലിറക്കിയാൽ, ഒരു വീടിന് 10 ലോഡ് കല്ലിറക്കിയാൽ നമ്മളോട് നല്ല സൗഹൃദം, അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കല്ലുവാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇറക്കി, ഇത് അന്ന് ആദ്യമൊക്കെ ചെത്തണം, പിന്നെ ഇത് പടകുമ്പോ കയറുന്ന സമയത്ത് കുറെ പൊട്ടും, കുറെ അവർ പൊട്ടിക്കുമ്പോ പൊട്ടും, ഇങ്ങനെയൊക്കെ പൊട്ടിയതൊക്കെ കൂടി ഒരു ഭാഗത്ത് കൂട്ടിയിട്ടുണ്ടാവും. ഇവര് നമ്മളായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണെങ്കിൽ വീട്ടിൽ കൂടലിന് ക്ഷണിച്ചാൽ വരെ, അല്ലെങ്കിൽ ആ വഴിക്ക് പോകുമ്പോ ആ വീട്ടിലൊരു വെള്ളം കുടിക്കാൻ കയറിയാൽ വരെ അവർ പറയും ആ കൂട്ടിയിട്ട കല്ലൊക്കെ ചെന്ന് ഇറക്കിയിൽ നഷ്ടമെന്നാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് മേഖല ചെയ്യുകയാണെങ്കിലും ആ മേഖലക്ക് ഇവിടെ ഞാൻ കണ്ടൊരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആൾക്കും വരുമാനമുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, വാങ്ങുന്നവന് അതിനുള്ള റിസൾട്ടും ഉണ്ട്, ആളുകൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം ആളുകൾ ഇനി ഏറ്റവും കൂടുതൽ ക്യാഷ് ഇറക്കാൻ പോകുന്നത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലായതാണ്. ഈ ഒരു മേഖല പൂർണ്ണമായിട്ട് ഒരു ഫുൾ ടൈമർ ആയിട്ട് ചെയ്യുക. ആദ്യം പാർട്ട് ടൈമർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പാർട്ട് ടൈമിൽ ഇങ്ങനെ പോണ സമയത്ത് കൂടുതൽ ട്രെയിനിങ്ങും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വലിയ വലിയ പ്രോഗ്രാമുകൾ, ഇപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ ഡയമണ്ട് ഒക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ സ്റ്റേജിലൊക്കെ കയറി മൊമെന്റോ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് തോന്നല്ല, നമുക്ക് വാങ്ങണം, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അടുത്ത പ്രാവശ്യം എനിക്കൊന്ന് സ്റ്റേജിൽ കയറണം തോന്നും. ഇങ്ങനെയാണ് ഓരോ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഈ ഒരു മേഖല കുറച്ചും കൂടെ ബെറ്റർ ആണ്, കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് മനസ്സിലായി. പതുക്കെ എന്ത് ചെയ്തു, പതുക്കെ ഒരു ഫുൾ ടൈം കരിയർ ആയിട്ട് തിരഞ്ഞെടുത്തു. ഇന്ന് വളരെ പാഷൻ ആയിട്ട് ഫാമിലി ആയിട്ട് ഈ ഒരു മേഖല ചെയ്യാണ്. അങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക്. സാർ, ഒരുപാട് സ്റ്റാർട്ടിങ് സമയത്ത് സാർ പറഞ്ഞു ഡേ 1 തൊട്ട് ഫുൾ ടൈമർ ആയിട്ട് ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ട്രഡീഷണൽ ബിസിനസ് മുഴുവനായിട്ട് ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വണ്ടി കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫുൾ ടൈമർ ആയിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് സാദിഖ് സാർ. സ്വാഭാവികമായും ആസ് എ ഫാമിലി മാൻ നിങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങൾ ഒരുപാട് നെഗറ്റീവ്സ്
ആ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത സമയത്ത്? തീർച്ചയായിട്ടും ഈ ഒരു മേഖല നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ എക്സ്പെഷ്യലി ഒരു ഫാമിലി ഒക്കെ റൺ ചെയ്യുന്ന വ്യക്തികളാണ്, ഫാമിലി ആയിട്ട് ചെയ്യുന്ന വ്യക്തികളാണ് ഒരുപാട് ആൾ. ഇപ്പൊ ഞാൻ പറയാതെ തന്നെ ഈ ഒരു മീറ്റിംഗിൽ കയറിയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നവർക്കൊക്കെ നെഗറ്റിവിറ്റി ഇരുന്നു, ചെയ്യുന്നവർക്കുള്ളതാണ് നെഗറ്റീവ്. അല്ലെങ്കിൽ പിന്നെ ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയെ കുറിച്ച് നമ്മൾ അറിയുന്നതിന് മുന്നേ നമ്മൾ നെഗറ്റീവ് ആയിരുന്നില്ല എന്നുള്ളതാണ് ചിന്തിക്കാറ്. നമ്മൾ അറിയുന്നതിന് മുൻപ് നമ്മൾ നെഗറ്റീവ് ആയിരുന്നല്ലോ. നമ്മൾ ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കേട്ട സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് ചാടി കയറിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞ സമയത്താണ് നമുക്ക് ഈ ഒരു മേഖലയെ കുറിച്ച് മനസ്സിലായി. അപ്പോ ഒരാളും എല്ലാവരും നമ്മളെ കുറ്റം പറയുമ്പോഴും കളിയാക്കുമ്പോഴും നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? അവര് നെഗറ്റീവ് പറയല്ല. ഇപ്പൊ നമ്മൾ ഒരാൾ പ്ലാൻ കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളോട് പറയും, പിന്നെ സാറ് വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല, ഹസ്ബൻഡ് പ്രശ്നമാണ്, ഉമ്മ പ്രശ്നമാണ്, വാപ്പ് പ്രശ്നമാണെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അവര് പ്രശ്നമല്ല, അവര് നെഗറ്റീവ് അല്ല. ഒരു മകനെ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ നെഗറ്റീവ് പറയൂല. കാരണം അവരൊരു പ്രശ്നത്തിൽ പോയി ചാടരുത് എന്നുള്ള ആ ഒരു കെയറിങ് കൊണ്ടാണ്, അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്ന്, ഫാമിലി റൺ ചെയ്യണം, വീട്ടിൽ മൂത്ത മകനാണ്, തീർച്ചയായിട്ടും വീട്ടിലേക്കുള്ള ചെലവ് കാര്യങ്ങളൊക്കെ നോക്കണം. ആ ഒരു സമയത്തും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കുറെ തുടക്ക സമയത്തൊക്കെ നന്നായിട്ട് പിടിച്ചു നിന്നത് റീറ്റെയിലിങ്ങിലൂടെയാണ് നമ്മളിപ്പോ ടീമൊക്കെ ആവുന്നതിന് മുന്നേ നടന്ന് പ്രൊഡക്റ്റ് പരമാവധി ആളുകളിലേക്കൊക്കെ എത്തിച്ചുകൊണ്ട് അങ്ങനെ കിട്ടുന്ന 500-1000 വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫാമിലി കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് പോയിട്ടുള്ളത്. ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ഒരു കാര്യം മുടക്കലില്ല. എന്ത് മീറ്റിംഗ്, എന്ത് ട്രെയിനിങ് വന്നാലും അതിലേക്കുള്ള ഒരു ഫണ്ട് കണ്ടെത്തി അത് കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഒരുപാട് ഇപ്പൊ പിന്നെ എന്റെ ഒരു ബിസിനസ് ജേർണി പറയുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ റാങ്കിലും നമ്മൾ പറയില്ല, ചില റാങ്കിലൊക്കെ അത്യാവശ്യം സാറായിട്ട് പഠിച്ചിട്ടാണ് അടുത്ത റാങ്കിൽ കയറി അറിയാം. അതുപോലെ ജീവിതത്തിൽ ബിസിനസ്സിലാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ തുടക്ക സമയത്ത് ഇപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊന്നും ഇപ്പൊ ഇല്ല. പല ആളുകളും ബിസിനസ് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറഞ്ഞ ആളുകൾ നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ വരുമ്പോൾ പല ആളുകളും ബിസിനസ് ഏറ്റെടുത്ത സമയത്ത് പല മുഖങ്ങളും കണ്ടിട്ടോ വന്നിട്ടുണ്ടാകാം. എന്റെ ലെഫ്റ്റിൽ ഇവന്റെ ഡയമണ്ട്, റൈറ്റിൽ ഇവന്റെ ഡയമണ്ട്, അടുത്തത് ഇങ്ങനെ അങ്ങനെ നമ്മളൊക്കെ കറക്റ്റ് മനസ്സിലൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ നമ്മൾ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ച് ഇവരിലേക്കൊക്കെ നമ്മൾ ഈ ബിസിനസ് അവസരവുമായിട്ട് ചെല്ലുമ്പോഴാണ് നമ്മളെ ചങ്ക് ആരാണ്, ചങ്കിടിപ്പ് ആരാണ്, ചങ്കിൽ കുത്തുന്നത് ആരാണെന്നുള്ളതൊക്കെ മനസ്സിലാവല് നമ്മൾ ഈ ബിസിനസ് അവസരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരില്ല. ഈ ഒരു ബിസിനസ് അവസരം സ്റ്റാർട്ട് ചെയ്തതിന്റെ പേരിൽ മാത്രം എന്റെ കൂടെ പഠിച്ചിട്ടുള്ള, എന്റെ തൊട്ട് അയൽവാസികളായിട്ടുള്ള, എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നും എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പോ അങ്ങനെ ബിസിനസ് റൺ ചെയ്ത് സ്റ്റാർ 250, സ്റ്റാർ 500 ഒക്കെ ആയ സമയത്ത് സ്റ്റാർ 500 കുറെ സമയം ഇങ്ങനെ ഇരുന്നു. സ്റ്റാർ 500 കുറെ സമയം ഇരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്. എനിക്ക് ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച പുനേസ് സാർ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വീക്കിൽ നിങ്ങൾ സ്റ്റാർ 1000 അടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അവിടെ വന്ന് വല്ലുന്ന. അങ്ങനെ ആ ഒരു വീക്കില് പുനേസ് സാറ് ഫ്ലാറ്റിൽ ഇരുന്നിട്ടാണ് അന്ന് രാത്രി 2 മണിക്കാണ് എന്റെ സ്റ്റാർ 1000 കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ഒരു വെള്ളിയാഴ്ച സ്റ്റാർ 1000 കഴിഞ്ഞു. സ്റ്റാർ 1000 കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒന്ന് ബിസിനസ് ഡൗൺ ആയ സമയത്താണ് ഞാൻ കണ്ണൂർ പോയിട്ട്, കണ്ണൂര് അറൗണ്ട് ഒരു വർഷത്തിനടുത്ത് കണ്ണൂർ നിന്നിട്ടുണ്ട്. കണ്ണൂർ പുതിയ ടീമിനെ ബിൽഡ് ചെയ്ത്, തളിപ്പറമ്പ് പുതിയ ടീമിനെ ബിൽഡ് ചെയ്ത് ഞാൻ അവിടുന്ന് റൂബി കംപ്ലീറ്റ് ചെയ്തു. റൂബിയിൽ കണ്ടിന്യൂസ് റാങ്ക് വൈസ് കൊടുത്തിരുന്നു കണ്ണൂർ ടീമിനെ വെച്ചിട്ട്. അങ്ങനെ ആ റൂബിയുടെ ലാസ്റ്റ് വെച്ചിട്ട് കണ്ണൂരുള്ള ടീം ഫുള്ള് പോയി. ക്രോസ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ബിസിനസ്സിലൊരു ഇതുണ്ട്, എന്ത് ചെയ്യണം എന്നുള്ളത് പോലെ തന്നെ എന്ത് ചെയ്യരുത് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആവും. ചില കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കും, ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും വിജയിക്കും. അപ്പൊ നമ്മളോട് ലീഡേഴ്സ് ചെയ്യണമെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതോടൊപ്പം ചെയ്യരുത് എന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുകയും കൂടെ വേണം. അപ്പൊ അവിടുത്തെ ടീമിൽ ചെറിയ രീതിയിലുള്ള ക്രോസ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ആ ടീമൊക്കെ ആകെ പ്രശ്നത്തിലായി. അങ്ങനെ ആ ടീം മുഴുവനായിട്ട് പോയിട്ട് പിന്നെയും ഒന്നിന്ന് തുടങ്ങിയിട്ടാണ് ഞാൻ പേള് കംപ്ലീറ്റ് ചെയ്യുന്നത്. വീണ്ടും പുതിയ ടീമിനെ ബിൽഡ് ചെയ്തിട്ടാണ് പേള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സ്ട്രഗിളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും പിന്നെ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന് പറയും. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന് പറയും. അതുപോലെ തന്നെയാണ് ഓരോ റാങ്കിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ളതൊക്കെ മുഴുവൻ നഷ്ടപ്പെട്ട്
താഴേക്ക് വീഴുമ്പോൾ വീഴ്ചയുടെ ആഘാതം കൂടും. പക്ഷെ ഒരു മനുഷ്യനെ നമ്മൾ ഒരു കാര്യത്തെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ എത്ര വലിയ വീഴ്ചയാണ്, വീഴ്ചകൾ സ്വാഭാവികമാണ് ജീവിതത്തിൽ, വീഴ്ചകൾ സ്വാഭാവികമാണ്. അതിന്റെ വീഴ്ചകള് മനുഷ്യന് സ്വാഭാവികമാണ്. നമ്മൾ ജീവിക്കുന്നുണ്ടോ, നമ്മൾ ജീവനുള്ളവരാണെങ്കിൽ വീഴ്ച ഉണ്ടാവും. പക്ഷെ വീണെടുത്തുനിന്ന് പെട്ടെന്ന് എണീക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. കാരണം എത്ര പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും. അങ്ങനെ ആ സ്റ്റാർ 1000-ൽ നിൽക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് തുടക്കം മുതലേ എന്റെ ലീഡേഴ്സ് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് അവസരം കിട്ടുകയാണെങ്കിലും ചാടി കയറി ഏൽക്കണം. എന്ത് അവസരം കിട്ടുകയാണെങ്കിൽ ചാടി കയറി ഏൽക്കണം. അപ്പൊ അങ്ങനെയാണ് എന്നെ കുറെ ആളുകൾക്ക് പരിചയമുള്ളത്. എന്ത് പ്രോഗ്രാമൊക്കെ KVP അല്ലെങ്കിൽ HAS പ്രോഗ്രാം കാര്യങ്ങൾ എന്ത് കിട്ടുകയാണെങ്കിലും ഞാനത് അതുപോലെ തന്നെ പ്ലാൻ പറയാനാണെങ്കിലും ഒക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി. അപ്പൊ നമ്മുടെ ഗ്രേറ്റ് ലീഡർ അലിസാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങള് പിന്നെ ഞാൻ സ്റ്റാർ 1000-ൽ ഒരു വരുമാനം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ വന്ന സമയത്ത് അലിസാർ വിളിച്ചു തന്നിട്ട് അലിസാർ പറഞ്ഞ കാര്യമുണ്ട്. സ്റ്റാർ 1000 ആണോ റൂബിയിലാണോ അറിയില്ല. ഞാൻ പറഞ്ഞു സാറേ ടീമൊന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല, വരുമാനമൊക്കെ കുറവാണ്, ഈ ആകെ കൺഫ്യൂഷനാണ്, പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പെർഫോമർ ആയിട്ട് മാറാൻ പറ്റുമെങ്കിൽ ഒരു അച്ചീവർ ആയിട്ട് മാറാൻ പറ്റും. നിങ്ങള് ഒന്നുമില്ല എന്ന് പറയരുത്. നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടായി? കാരണം ആ പഴയ നിങ്ങളാണോ? സംസാരിക്കാൻ പഠിച്ചില്ലേ? ആ പഠിച്ചു. ഒരു 500 1000 ആളുടെ മുന്നിൽ വെച്ചിട്ട് ഒരു പ്ലാൻ പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റും? ആ പറ്റും. ഒരു ചെറിയ ട്രെയിനിങ് സെഷൻ തന്നാൽ എടുക്കാൻ പറ്റും? ആ പറ്റും. ഒരുപാട് മാറ്റങ്ങൾ ആളുകൾ പറയാൻ തുടങ്ങിയോ അവന് ഒരുപാട് മാറ്റമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ തുടങ്ങി. ഇത് തന്നെ വലിയൊരു മാറ്റമല്ലേ? നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വേണമെങ്കിൽ നമ്മൾ ആദ്യം മാറാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മൾ മാറാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒരു പെർഫോമൻസ് ലെവൽ ഉയർത്തുമ്പോഴേ ഒരാൾക്ക് അച്ചീവർ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം പെർഫോം ചെയ്യുന്ന ആളുകളുടെ കൂടെ നമുക്ക് ആളുകളെ കിട്ടും. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു അച്ചീവർ ആയിട്ട് മാറും. ഒരിക്കലും പിറകിലേക്ക് നിൽക്കരുത്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മുന്നിലേക്ക് വരിക. ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ടീമിൽ ഒരു പ്രശ്നമായിട്ട് മാറരുത്. അതുപോലെ എപ്പോഴും ഒരു അനുസരണമുള്ള വ്യക്തിയാവുക. അപ്ലൈൻ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അനുസരിക്കുന്ന ഒരു വ്യക്തിയാവുക. അങ്ങനെ ആ ലീഡേഴ്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ ലീഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾ കൊണ്ടാണ് എത്ര പ്രതിസന്ധികൾ വരുമ്പോഴും അവിടെ നിന്നൊക്കെ ഡെവലപ്പായി വരാനുള്ള ഒരു ഊർജ്ജം നമുക്ക് തരുന്നത് സ്ഥിരമായിട്ടുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു RK മോർണിംഗ് മീറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തു. ഇത് 2ാം പെരുന്നാളാണല്ലേ? ഇത് 2ാം പെരുന്നാളാണ്. 2ാം പെരുന്നാളിൽ പല ആളുകളും ഇന്ന് ഒരുപാട് ചിലപ്പോൾ കൗണ്ടുകൾ കുറവുണ്ടാവും. 2ാം പെരുന്നാളിൽ പല ആളുകളും 2 ഇല്ലെങ്കിലും കൗണ്ട് കുറവാണ്. നമ്മളൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ, അല്ലേ? അങ്ങനെയല്ലേ? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ ബന്ധുക്കൾ. അല്ലാതെ എല്ലാ സൗകര്യവും കഴിഞ്ഞ് എല്ലാ ബുദ്ധിമുട്ടും തീർന്നിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ല. അതുപോലെ തന്നെയാണ് ഇന്ന് 2ാം പെരുന്നാളാണ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ബിസിനസ്സിൽ ഈ ഒരു മീറ്റിംഗിൽ ഇപ്പൊ കയറി സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അവർ ബിസിനസ്സിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവർക്കും പെരുന്നാളില്ലേ, വിരുന്നില്ലേ, കാര്യങ്ങളില്ലേ? ഉണ്ട്. പ്രയോറിറ്റി ബിസിനസ്സിന് കൊടുക്കുന്നത് കൊണ്ടാണ്. ഇന്ന് 2ാം പെരുന്നാളാണ്. ഞാനിപ്പോ VOPക്ക് പോവാണ്, വടക്കഞ്ചേരി VOPക്ക് പോവാണ്. എനിക്കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കണ്ടേ? വേണോ? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ, നമ്മുടെ കല്യാണം ഉണ്ടാവും, കുടിരിക്കൽ ഉണ്ടാവും, പരിപാടി ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും, എന്തുണ്ടാവും, നമ്മുടെ കൂടെ നമ്മുടെ ടീം ഉണ്ടെങ്കിൽ അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം ഒരു 10 ആൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ 10 കുടുംബങ്ങളാണ്, 10 വ്യക്തികളല്ല, 10 കുടുംബങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങൾ. ഞാൻ എപ്പോഴും അതിന്റെ ടീമിനോട് പറയാം, നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും ടീമിന് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തടസ്സങ്ങളായിട്ട് മാറരുതെന്ന് പറയും. അത് ഞാൻ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് പ്രശ്നത്തിലാണെങ്കിലും എന്റെ ഫാദറിന്റെ ഹോസ്പിറ്റലിൽ ഇരുന്നൊരാഴ്ച അങ്ങനെയുള്ള എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ഞാൻ എപ്പോഴും എന്റെ എല്ലാ പ്രോഗ്രാമിലും അവൈലബിൾ ആവാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആണ്, മില്ലനർ ക്ലബ് മെമ്പറാണ്. ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം വാങ്ങാനും ഇന്ന് ഒരു ബ്രാൻഡ് ന്യൂ കാർ അടക്കം എടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഇന്ന് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ ഞാൻ സ്റ്റാർട്ടിങ് സമയത്ത് പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചെയ്ത 1-2 കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, എന്റെ ഫാമിലിയിൽ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അതാണ് എന്റെ ഈ ബിസിനസ്സിൽ നിലനിൽക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാന ബുദ്ധിമുട്ടുകൾ. ഇഷ്ടം പോലെ പറഞ്ഞാല് ചില ആളുകൾ ഇപ്പൊ പറയാറുണ്ട്,
പിന്നെ എന്റെ വൈഫ് തന്നെ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്നോ ഇത് ഇട്ടെറിഞ്ഞു പോയിട്ടുണ്ടാവും. ഹലോ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്നോ ഇത് ഇട്ടെറിഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം ഞാൻ 10 വർഷം ഹെവി ഡ്രൈവർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഒരു 10 കൊല്ലം അതിലപ്പുറമൊക്കെ ഡ്രൈവിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. കാരണം ക്ഷമ എന്ന് പറഞ്ഞത് 7 അയൽത്തിൽ കൂടെ പോയിട്ടുണ്ടാവില്ല. ഇന്ന് എന്റെ വീട്ടിൽ ഏറ്റവും ക്ഷമയുള്ള വ്യക്തി ഞാനാണ്. ഹലോ, ഇന്ന് എന്റെ വീട്ടിൽ ഏറ്റവും ക്ഷമയുള്ള വ്യക്തി ഞാനാണ്. ഞാൻ അഭിമാനത്തോട് പറയും. കാരണം ക്ഷമ എന്നുള്ളത് പറഞ്ഞ വളരെ വലിയൊരു കാര്യമാണ്. അത് ഞാൻ വേണ്ടുവോളം ഈ ഒരു ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാനേജ്മെന്റ് ആണ്, ക്ഷമ വേണ്ടി വരും. കാരണം ഒരു വീട്ടിൽ തന്നെ ഒരു അച്ഛനും അമ്മക്കും 3 മക്കളുണ്ടെങ്കിൽ അത് 30 സ്വഭാവമാവും, 3 നേരത്തെ 30 സ്വഭാവമാവും. ആ സമയത്ത് നമ്മളിവിടെ ഇത്രയും ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ഷമ വേണം. അങ്ങനെ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് വർക്ക് ചെയ്തത് കൊണ്ട് ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യ സമ്പത്ത് എത്തിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ കുടുംബത്തിലെ എല്ലാവർക്കും അവസരം പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് നല്ല നെഗറ്റീവ് കിട്ടും അല്ലെ. കുടുംബത്തിൽ ബിസിനസ് പറയാൻ പല ആളുകൾക്കും മടിയാണല്ലോ, കുടുംബത്തിൽ പ്രൊഡക്റ്റ് പറയാൻ മടിയാണ്. ഞാൻ തുടക്ക സമയത്ത് എന്റെ ഫാമിലിയിലും എന്റെ ഫ്രണ്ട് സർക്കിളിലും ഞാൻ അറിയുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രൊഡക്റ്റുമായിട്ട് ലീഡേഴ്സിനെ കൂട്ടി പ്രൊഡക്റ്റുമായിട്ട് എല്ലാ വീടാന്തരം കയറി ഇറങ്ങിയ ആളാണ്. അതുകൊണ്ട് കിട്ടേണ്ട നെഗറ്റീവ് ഒക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. തൊലിക്കട്ടി കൂടുക എന്ന് പറയും. അതുപോലെ എന്റെ കുടുംബത്തില് എന്റെ ഫ്രണ്ട് സർക്കിളിലും എന്റെ ഫാമിലി സർക്കിളിലും എന്റെ നാട്ടിലും ഞാൻ 18 വയസ്സ് കഴിഞ്ഞ എന്റെ അറിവിലുള്ള ഒരാളോടും അവസരം പറയാൻ ബാക്കിയില്ല, ഒരാളോടും പറയാൻ ബാക്കിയില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു 90% നമുക്ക് നെഗറ്റീവാണ് കിട്ടുക, അല്ലെങ്കിൽ കളിയാക്കലുകളാണ് കിട്ടുക. ഇങ്ങനെ ഈ കളിയാക്കലുകളാണ് ശരിക്കും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അന്ന് എന്റെ കൂടെ പിന്നെ കട്ടക്ക് കൂടെ നിന്നിട്ടുള്ള 2 വ്യക്തികൾ, ഒന്ന് എന്റെ കസിന് ഇന്ന് മില്യനറാണ്, അതുപോലെ എന്റെ സ്വന്തം സിസ്റ്റർ, അവളിന്ന് മില്യനറാണ്, സംസീന വയനാട്. അവരുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്ന് തന്നെ എന്റെ പെങ്ങൾക്ക് ഒരുപാട് ഈ ഒരു ബിസിനസ്സിലൂടെ നേട്ടം, എന്റെ കൂടെ നിന്നുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇന്ന് ഒരു മാസം 1 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങുന്ന ലെവലിലേക്ക് അവൾക്ക് മാറാൻ പറ്റി, അവളെ മാറ്റാൻ പറ്റി. അതുപോലെ തന്നെ ഇന്ന് വീട്, കാറ്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അത് തീർച്ചയായിട്ടും അങ്ങനെ അത് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൾക്ക് ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ലേഡീസ് ഉണ്ട്, സ്വന്തം വീട്ടിലേക്ക് പെരുന്നാളൊക്കെയാണ്, പെരുന്നാൾക്ക് എല്ലാവരും വീട്ടിൽ പോകുന്ന സമയമാണ്. വീട്ടിൽ പോയി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഒന്നും കൂടെ തിരിഞ്ഞു കളിച്ച് നിൽക്കും. അല്ലെങ്കിൽ കുട്ടികൾ അങ്ങോട്ട് ഇറങ്ങൂല, വല്യമ്മാന്റെ അടുത്തും വല്യപ്പാന്റെ അടുത്തും അല്ലെങ്കിൽ അമ്മാമാന്റെ അടുത്തും എന്തെങ്കിലും ഒരു ചെറിയ പൈസ കിട്ടാതെ അങ്ങോട്ട് ഇറങ്ങൂല. അങ്ങനത്തെ ഒരു ലെവലില്, അല്ലെങ്കിൽ അത് കിട്ടിയിട്ട് വേണം എന്തെങ്കിലും ചെയ്യാന് എന്നുള്ള ലെവലില് നിന്നിരുന്ന ആള് ഇന്ന് അവള് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഉമ്മ അവൾക്ക് വിളിക്കാറുള്ളൂ. അത് ഈ പെൺകുട്ടികളോടാണല്ലോ സ്നേഹം കൂടും, ഉമ്മമാർക്ക് സ്നേഹം കൂടണല്ല, അവർ കുറച്ചും കൂടി സ്വാതന്ത്ര്യം. ഇന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഇന്ന് അവള് വീട്ടിൽ ചെന്നിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഉമ്മാന്റെ കയ്യിൽ ഉപ്പാന്റെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തിട്ട് ഇറങ്ങുന്ന ലെവലിലേക്ക് അവർക്ക് മാറാൻ പറ്റിയത് ഈ ഒരു ബിസിനസ് അവസരത്തിൽ വന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഞാനത് എടുത്തു പറയാൻ കാരണം ഒരുപാട് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. ഒരുപാട് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട്. കാരണം നമ്മുടെ ഫാമിലിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയാലും നമ്മുടെ കൂടപ്പറപ്പുകൾക്കായിക്കോട്ടെ ബാക്കിയുള്ളവർക്കായിക്കോട്ടെ നമ്മളുടെ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് സഹായിക്കുന്നതിന് വളരെ പരിമിതികളുണ്ട്. അപ്പൊ എപ്പോഴും പറയാറുണ്ട്, പിടിച്ച മീൻ എന്ന് കൊടുക്കണേക്കാൾ നല്ലത് മീൻ പിടിക്കുന്ന സ്ഥലവും മീൻ പിടിക്കാനുള്ള രീതിയും കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യത്തിലൊക്കെ ഇന്ന് വളരെ പ്രൗഡാണ്. കാരണം ആ ഒരു ഈ ഒരു അവസരം കൈ കിട്ടിയതുകൊണ്ട് ഫാമിലിയിൽ തന്നെ മൊത്തത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് ഇപ്പൊ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും നെഗറ്റീവുകളും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മളൊരു ലെവലിൽ എത്തുന്നത് വരെ അത് ഉണ്ടാവുള്ളൂ. പിന്നെ ആളുകൾ ആശ്ചര്യത്തോട് കൂടിയിട്ടും അതുപോലെ തന്നെ ഇഷ്ടത്തോട് കൂടിയിട്ടും നമ്മൾ നോക്കാൻ തുടങ്ങും. ഒരു അപ് ടു റൂബി ഒരു റാങ്ക് മെയിൻ്റനൻസ് ഒക്കെ വാങ്ങുന്ന റൂബി ആയി കഴിഞ്ഞാൽ നമ്മളൊരു 4 വീലർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇറങ്ങുന്നത് വരെ ഉണ്ടാവുള്ളൂ. ശരിക്കും നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കേണ്ടത് നമ്മുടെ അപ്ലൈ ലീഡേഴ്സിനോടും നമ്മുടെ ടീമിനോടും. ഡിസ്റ്റർബ് വരണ്ടല്ലോ സൗണ്ട്. ഷെയറിംഗ് ഓഫ് അല്ലേ? ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ശരിക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ വിജയിപ്പിക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമ്മൾ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നമ്മുടെ ടീമിനോട് നന്ദി ഉണ്ടാവും, ലീഡേഴ്സിനോട് നന്ദി ഉണ്ടാവും, സിസ്റ്റത്തിനോട് നന്ദി ഉണ്ടാവും. ഒരു വിജയ പരാജയങ്ങളുടെ ഒരൊറ്റ കാര്യം കൂടെ പറയാണ്, സമയം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ആദ്യം വിശ്വസിക്കും എന്റെ വിജയത്തിനാണെങ്കിലും എന്റെ പരാജയത്തിലും
100% അല്ലെങ്കിൽ 98% കാരണക്കാരൻ ഞാനാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. എനിക്ക് വരുമാനം കുറവുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റുകൾ കുറവുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാണെന്ന് വിശ്വസിക്കും. ഇങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളോടും ഒരു പരാതിയും തോന്നില്ല, ഒരു പരിഭവം തോന്നൂല, ഒരാളോടും തോന്നൂല. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വന്ന സമയത്ത് ബിസിനസ്സിലുള്ള ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ വന്ന സമയത്ത് ബിസിനസ്സിലുള്ള ആളുകൾ, ഞാനിപ്പോ പേൾ എക്സിക്യൂട്ടീവ് ആയി മില്യണർ ആയി ഇപ്പോഴും റൂബിയിൽ നിൽക്കണ, അല്ലെങ്കിൽ 1000 നിൽക്കണ, അല്ലെങ്കിൽ ഒന്നും ശരിയാവാത്ത ആളുകൾ ഉണ്ടാവും. അവരെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയില്ല, അറിയാതെ പറയും, പിന്നെ ഞാൻ വന്ന സമയത്ത് ആള് 500 ഇപ്പോഴും 500 ആണ് എന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. ഞാൻ എപ്പോഴും ബിസിനസ്സിൽ ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ എപ്പോഴും അഡ്വൈസ് ചോദിക്കല്, അല്ലെങ്കിൽ ഒരു അഭിപ്രായം ചോദിക്കല്, ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ വിജയിച്ച ആളുകളെക്കാളും എക്സ്പീരിയൻസ് ഉണ്ടാവും പരാജയപ്പെട്ട് നിൽക്കുന്നവരോട്. ഒരുപാട് പരാജയപ്പെട്ട് വിജയിക്കുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ കൂടെ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും, നമുക്ക് ശേഷം വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവർ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുന്നേ കയറി പോകുന്ന ആളുകളുണ്ടാവും. അവരോടാണെങ്കിലും നമുക്ക് ഒരു വാക്കിലോ നോക്കിലോ ഒരു ചിന്തയിലോ ഒരാളോട് ഒരു ദേഷ്യം വരാൻ പാടില്ല. കാരണം നമുക്ക് പറയേണ്ടത്, മനസ്സ് ശുദ്ധമാണെങ്കിലേ ബിസിനസ് നമുക്ക് നടക്കുള്ളൂ. ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഈഗോയും ക്യാഷും കൂടി ഒരു പോക്കറ്റിൽ ഇരിക്കൂല എന്ന് ലീഡേഴ്സ് എപ്പോഴും പറയും. ഈഗോ പാടില്ല, ക്യാഷും ഈഗോയും കൂടി ഒരു പോക്കറ്റിൽ ഇരിക്കൂല. നമ്മള് സംസാരത്തിൽ മാത്രമല്ല, നമ്മുടെ പ്രവർത്തനത്തിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആവണം. ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഒരു ഉപകാരം, ഒരാളിപ്പോ ഒരു ടീമിൽ ഒരാൾ പറയുന്നത്, സാറിന്റെ അന്നത്തെ ആ ഒരു വാക്കുകൊണ്ടാണ് ഞാൻ അതിന് പിന്നെ സിപ്പോളായതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിയാണ്, ഒരു സന്തോഷമാണ്. അങ്ങനെ നമ്മൾക്ക് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരം മാക്സിമം ആളുകളിലേക്ക് എത്തിച്ച് നമ്മളോട് നെഗറ്റീവ് പറഞ്ഞ ആളുകളോട് പോലും നമ്മൾ നന്ദിയുള്ളവരായിട്ട് മാറുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഒന്ന് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, നമ്മൾ ആലോചിച്ച് നോക്കുക, ഒന്ന് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇത്രത്തോളം വിജയിക്കാൻ പറ്റുള്ള ഒരു മേഖല ഏതാണ്? ഇത്രത്തോളം വിജയിക്കാൻ പറ്റുള്ള ഒരു മേഖല. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് പിന്നെ ആളുകൾ തുടക്ക സമയത്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് പറയാനുള്ളത്, ഒരു അപ് ടു $1000, ഒരു $1000 വരെ നമ്മൾ കടിച്ച് പിടിച്ച് നിൽക്കുക, പിന്നെ നമ്മൾ അങ്ങനെ സെറ്റ് ആയിക്കോളും. ഒരു റൂബി പെട്ടെന്ന് പിടിക്കുക, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരുപാട് ആളുകളുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും, നമ്മുടെ ഒക്കെ കുടുംബത്തിൽ ഇന്നിപ്പോ ഒരുപാട് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവും. അതിലൊന്നും തളരാതെ സ്വന്തം ചിറകിൽ സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ, നാളെ നമ്മളെ റെസ്പെക്ട് ചെയ്യാനും നമ്മളെ ബഹുമാനിക്കാനും, നമ്മുടെ സമയം വാങ്ങിക്കൊണ്ട് ഓരോ പ്രോഗ്രാമുകൾ തീരുമാനിക്കാനും, നമ്മുടെ കുടുംബവും നമ്മുടെ ബാക്കിയുള്ള ആളുകളും നമ്മളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു സുഖം കിട്ടണമെങ്കിൽ ഇന്ന് നമ്മൾ നന്നായിട്ട് അനുഭവിക്കണം. ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ തോൽവികള് വിജയിക്കാൻ വേണ്ടി ഒരു പ്രചോദന കഥയാകുന്നത് അവർ വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്. അതുകൊണ്ട് എത്രത്തോളം പ്രയാസമുണ്ടോ അവരുടെ പ്രയാസമൊക്കെ നാളെ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണെങ്കിൽ വിജയിക്കുന്നത് വരെ പോരാടുക എന്നുള്ളതാണ്. അല്ലാതെ പാതി വഴിയിൽ വെച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മുടെ യാത്ര നിർത്തി നമ്മളൊരു പരാജിതനായി കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയാതെ പോകും. അപ്പൊ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അത്രത്തോളം നമ്മുടെ വിജയത്തിന് മാധുര്യം കൂടും, നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വാ. എന്റെ ഈ ഒരു ചെറിയ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് ഓവർ ടു അവർ